ഹായ് ഹലോ വെൽക്കം ടു മൈ ഡേ 3 ട്രിപ്പ്. സോ ഇന്ന് നമ്മൾ ഡേ 3 വന്നിട്ട് നമ്മൾ മറ്റേ ഇതുണ്ടല്ലോ, ഒരു സർപ്രൈസ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളിലാണ് പോകുന്നത്. ഡേ 2 ഉച്ചയ്ക്ക് ശേഷം എനിക്ക് മടിയായിരുന്നു. ലൈക്ക് ഞാൻ എന്ത് ചെയ്യണം, റിസോർട്ട് എടുത്തിട്ട് റൂമിൽ വന്ന് കിടക്കണം. രാവിലെ ആയപ്പോഴാണ് എനിക്ക് ഓരോന്നേയും കത്തി കുറച്ച് റെസ്റ്റ് ആയത്. ഒരു മാക്സിമം സ്ഥലം ട്രെയിൻ ധനുഷ്കോടിയിൽ കോഫി നിങ്ങൾക്ക് 2 കിലോമീറ്റർ താണ്ടി പോയാലേ കിട്ടും. മുക്കിന് കിട്ടില്ല. കോഫി ലവേഴ്സായ നമ്മുടെ കാര്യം നോക്കാം. ഇത് കുടിച്ചിട്ട് നമ്മളൊരു അടിപൊളി സ്ഥലത്താണ് ഡേ 3 പോകുന്നത്. അത് സ്റ്റേ ചെയ്യുന്നുണ്ട്, കാണുക. എത്ര സ്റ്റേഷൻ കവർ ചെയ്യാമെന്നും സ്റ്റേഷനിൽ എത്ര സ്ഥലങ്ങൾ ഇന്ന് കവർ ചെയ്യാമെന്ന് നോക്കാം മാക്സിമം. ഈ കടയിൽ നിന്നാണ് നമ്മൾ ചായ കുടിച്ചത്. ചായ അല്ല, സോറി, കോഫി. അങ്ങനെ നമ്മൾ ഡേ 3 സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞു. രാവിലെ 7 മണിക്ക് തന്നെ. പക്ഷെ ഇവിടെ ഈ സംഭവം ഒന്നും സ്റ്റാർട്ടായില്ല. വെയിറ്റ് ചെയ്യുക. സോ നമ്മളിപ്പം നിൽക്കുന്നത് ഡേ 3 വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇത് നമ്മൾ നിൽക്കുന്നത് ബാക്കിൽ കാണുന്നത് വിവേകാനന്ദ മെമ്മോറിയൽ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇതിൻ്റെ അടുത്തൊരു കിഡു സ്പോട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പം ഗോഡസ് രാവിലെ തന്നെ ഇങ്ങ് എത്തി. ഞാൻ എൻ്റെ ഗ്രീൻ ലീഫ് റിസോർട്ടിൽ നിന്ന് 6 ആയപ്പോൾ എന്ത് ചെയ്തു, ഗോഡസിൻ്റെ ലുക്ക് എങ്ങനെയുണ്ട്? ബോട്ടം കഴിഞ്ഞ ദിവസം തന്നെ, പക്ഷെ ടോപ്പ് ഒരു വെറൈറ്റി ഞാൻ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടു. സോ നോക്ക്, ഇതാണ് വിവേകാനന്ദ മെമ്മോറിയൽ. സോ ഞാൻ എൻ്റെ ബാക്ക് വ്യൂ കാണിച്ചു തരാം. ഇത് ഞാൻ അടുത്ത് വരുന്ന ഒരു സ്പോട്ടിൻ്റെ തൊട്ടടുത്ത നല്ല ഫോട്ടോ ഫ്രെയിമുകളുണ്ട് ഇവിടെ, പിക്സ് എടുക്കാൻ. അവിടെ ഒരു എന്തോന്നാണ്, മത്സ്യം എന്ന് പറയാൻ പറ്റില്ല, ഷാർക്ക് പോലെ. പിന്നെ ഇരിക്കാനൊരു സ്ഥലം ഞാൻ കാണിച്ചു തരാം. നല്ല ഫോട്ടോ ഫ്രെയിമുണ്ട്. അതാണ് മ്യൂസിയം, ഇൻ്റർപ്രിട്ടേഷൻ സിൻഡ്രക്റ്റം മ്യൂസിയം. കണ്ട് ഇരിക്കാൻ സ്ഥലമുണ്ട്. ഇത്ര തന്നെ നല്ല ഭംഗിയുണ്ട് വിവേകാനന്ദ മെമ്മോറിയൽ. ഞാൻ ചുറ്റി കാണിച്ചു തരാം. കംപ്ലീറ്റ് എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമാണ് ഇവിടെ. ഒക്ടോപ്പസ്, അങ്ങ് കണ്ടോ നല്ല ബീച്ച്. അതിലൊക്കെ ഇപ്പം ഗോഡസ് പോകും, അത് വേറെ ട്വിസ്റ്റാണ്, ഞാൻ കാണിച്ചു തരാം. ഇത് ആരും കേരളയിലെ ആരും സോളോ ലേഡി ട്രാവലേഴ്സ് ഇത് മൊത്തം കവർ ചെയ്തിട്ടില്ല. ഇത് കംപ്ലീറ്റ് ഉണ്ട്. സോ ഞാൻ ചിലതിൻ്റെ ഫോട്ടോസ് എടുക്കുന്നത്, കാരണം എൻ്റെ ഐഫോണിൻ്റെ മെമ്മറി ഫുള്ളാണ്. ഈ സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് വ്യാപകം നിൽക്കുന്നുണ്ട്, കംപ്ലീറ്റ് മെമ്മറി ഹാങ് ആണ്. സോ അതെന്ത് ചെയ്യണമെന്നറിയാമോ? സോ എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നത് പോലെ ചെയ്യാം. എന്താ എന്തൊക്കെ മറൈൻ ഓർഗാനിസം, സ്ക്വിഡ്. സോ ഇത് ഗൾഫ് ഓഫ് മന്നാർ എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമാണ്. കോറൽസ്, പ്ലാങ്ക്ടൺ, സീവീഡ്സ്. ഞാൻ ഗോഡസ് ബയോളജിസ്റ്റാണ്, ബയോളജിയുടെ ആളാണ്. സോ നമുക്ക് കാണാൻ ഉള്ള വൈഡ് വെറൈറ്റി സീലിയൻഡ്രേറ്റ്സ്, ജെല്ലി ഫിഷ്. ഒരു ഗ്രാജുവേഷൻ ലെവലിൽ ക്ലാസ്സിലെത്തിയൊരു പ്രതീതിയാണ്. ലൈഫ് സൈക്കിൾ ഓഫ് എ ടേർട്ടിൽ, ഡീപ് സീ ഫിഷസ്, മോളസ്ക്, ഒക്ടോപ്പസ്. ഇതൊന്നും ഗോഡസിന് വായിക്കണ്ട. ഗോഡസ് BSc MSc ഒക്കെ PN വരുന്നത് ഇതൊക്കെ പഠിച്ചതാണ്. ക്രസ്റ്റേഷ്യൻസ്, ശ്രിമ്പിൻ്റെ വെറൈറ്റി ഇവിടെ ഒന്നും വെച്ചിട്ടില്ല. ശ്രിമ്പ് ഇതാ ഇവിടെയാണ്. ഫിഷസ്, പിന്നെ കുറേ ഈഗിൾ ഡ്രേ, അങ്ങനെ കുറേ സാധനം. ഒരു മ്യൂസിയമാണ് എക്കോ ടൂറിസത്തിൻ്റെ. മേളിലൊക്കെ കണ്ടോ നല്ല ഭംഗിയുണ്ട്, ആമയൊക്കെ കെട്ടിത്തൂക്കി നിർത്തിയേക്കുന്നത്. സോ നമ്മൾ ഇവിടം കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത് വിവേകാനന്ദ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്, അങ്ങോട്ട് പോകാം. സോ നമ്മളിപ്പം വിവേകാനന്ദ മെമ്മോറിയലിലാണ് നിൽക്കുന്നത്. ഇതിനകത്തൊക്കെ വീഡിയോസ് എടുക്കാം കേട്ടോ. അപ്പുറത്തെ മ്യൂസിയത്തിൽ ഞാൻ എടുത്തത്. ഇത് രണ്ടും തൊട്ടടുത്താണ് വരുന്നത്, ആ എക്കോ ടൂറിസം മ്യൂസിയവും. ഈ സ്വാമി വിവേകാനന്ദൻ്റെ ഓട്ടോബയോഗ്രഫിയൊക്കെ പെയിൻറ്റിംഗ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം എത്തരത്തിലുള്ളൊരു കറേജിയസ് മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഇത് കാണണമെങ്കിൽ 5 രൂപ ടിക്കറ്റ് ഉണ്ട്. നമ്മളങ്ങനെ പാമ്പൻ ബ്രിഡ്ജിൽ റോഡിൽ കൂടെ സഞ്ചരിക്കുകയാണ്. ട്രെയിനിൽ കൂടെ വന്നു ഗോഡസ്, ഇവിടെ ഗ്ലാം ഗോഡസ്. പക്ഷേ ഇതിൽ ബ്രിഡ്ജിൽ കൂടെ വരുന്ന വഴിയൊന്നും വേറെ ഉണ്ട്. സോ ഞാൻ ബ്രിഡ്ജിലും കൂടെ ഒന്ന് സെപ്പറേറ്റ് കാശ് മുടക്കി വന്ന് ഒരുതരം ക്രേറ്റ് വന്നപ്പോൾ നമുക്ക് പറയാം. ട്രെയിനിൽ സാധനം തന്നെയാണ്. പക്ഷെ ഇവിടെ നിന്നൊരു ഫോട്ടോ
നമ്മള് പാമ്പൻ പാലത്തില് ട്രെയിനിൽ അതുവഴിയാണ് നമ്മൾ വന്നത്. പക്ഷേ നമുക്ക് ട്രാക്ക് കണ്ടോ, അങ്ങ് അറ്റത്ത് കാണുന്ന ദൂരെ കാണുന്ന രണ്ടാമത് അങ്ങോട്ട് കാണുന്നത് പുതിയ ട്രെയിൻ പാലമാണ്. അതിൽ കൂടെയാണ് ഞാൻ വന്നത്. ഷിപ്പൊക്കെ വരുമ്പോ അങ്ങ് ലിഫ്റ്റ് ചെയ്യും. ഈ പോർഷൻ അറിയാലോ നടക്കുന്നത്. ഇപ്പുറത്ത് കാണുന്നത് ഫസ്റ്റ് റെയിൽവേ ട്രാക്ക്. അതായത് ഞാൻ കാണിക്കുന്ന ഫസ്റ്റ് റെയിൽവേ ട്രാക്ക് മുന്നിൽ കാണിക്കുന്ന നേരത്തെ ഉള്ളതാണ്. സോ നല്ലൊരു വൈബാണ് ഇവിടെ. ഞാൻ ട്രെയിനിൽ വന്നപ്പോ ഇത്രയും ഒരു വൈബ് ഫീൽ ആയില്ല. സോ അതായത് പാമ്പൻ പാലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നല്ലൊരു ചിൽ വൈബാണ് കേട്ടോ, പറയാതെ വയ്യ. നോക്കിക്കോ, നമ്മൾ ആ ട്രാക്കിൽ കൂടെ വന്ന് കവർ ചെയ്തതാണ് ആദ്യത്തെ വ്ലോഗിൽ കാണിച്ചത്. ഇപ്പോഴത്തത് കൊള്ളാം, നല്ല കാറ്റ്, പറന്നു പോകുന്നൊരു ഫീല്. സ്റ്റാൻഡ് ഒന്നും വെച്ച് ഒരു അഭ്യാസവും കാണിക്കാത്ത മൊബൈല് ബേ ഓഫ് ബംഗാളിൽ പോവേ. സോ പാമ്പൻ ബ്രിഡ്ജിനോടൊരു ബായ് പറയാം. ഇനി അടുത്ത് കവർ ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഡിയാസ്. സോ എങ്ങനെയുണ്ട് എൻ്റെ ലുക്കും കാര്യങ്ങളും കാണാം. സോ ഞാൻ ജാക്കറ്റ് ഒക്കെ ഇട്ടു. നമ്മൾ അവിടെ ഐലൻഡിൽ പോകുവാണ്. ഐലൻഡിന്റെ പേരെന്തോന്നായിരുന്നു? കുരുസഡേ ഐലൻഡ്. കുരുസഡേ ഐലൻഡിലേക്ക് പോകാൻ ജാക്കറ്റ് ഇട്ടാലേ പോകാൻ പറ്റൂ. സോ അങ്ങോട്ടുള്ള കാഴ്ചകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഗോഡസിന് എങ്ങനെയുണ്ട് ജാക്കറ്റ്? ടോപ്പ് മറഞ്ഞ്, എന്നാലും എന്ത് ചെയ്യാനാ, പോകാതിരിക്കാൻ പറ്റൂലല്ലോ. നല്ല വെയിലുണ്ട് ഡിയാസ്, കണ്ണൊക്കെ തുറക്കാൻ പറ്റില്ല, ചിമ്മി ചിമ്മി പോവുകയാണ്. പിന്നെ തൊപ്പി ഞാൻ ആ വള്ളി ഉണ്ടായിരുന്നത് ഇടാത്തതുകൊണ്ടാണ് ഞാൻ എടുത്ത് മാറ്റിയത്. നല്ല വെയിലാണ്. രാവിലെ ഒരു 7:30 എന്തേ ആയിട്ടുള്ളൂ. സോ നമ്മൾ പോവാണ്. ബൈ. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി. ഇരുന്നു ഗോഡസ്. അപ്പം നമ്മൾ കുരിശടി ഐലൻഡിലേക്കുള്ള, സോ ഐ എം ഗോയിങ് ടു കുരിശടി ഐലൻഡ്. നമ്മുടെ ബോട്ട് സ്റ്റാർട്ടായി, ബോട്ടിൽ പോവാണ്. ബൈ ഗോഡസ്, പോയിട്ട് വരാം. ബോട്ട് സ്റ്റാർട്ടായി, ഇതോ പോകുന്നു. അങ്ങനെ നമ്മൾ കുരിശുടെ ഐലൻഡിൽ എത്തി ഡിയേഴ്സ്. നല്ല ഭംഗിയുണ്ട്. ആ നമ്മുടെ ഷടകം ബോട്ട് അവിടെ നിൽക്കുന്നത്. കാരണം 10 പേരുണ്ടെങ്കിൽ ഇവന്മാർ എന്ത് ചെയ്യത്തുള്ളൂ, ഈ സംഭവം എടുക്കത്തുള്ളൂ, ബോട്ട് എടുക്കത്തുള്ളൂ. സോ അങ്ങനെയൊക്കെ ടാസ്ക് ആയിരുന്നു. പിന്നെ എല്ലാവരും കൂടെ ഒരാളുടെ ടിക്കറ്റ് എക്സ്ട്രാ എടുത്തിട്ടാണ് എടുത്തത്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ഒരു കുരിശുടെ ഐലൻഡിലെത്തി. കുറെ കാത്ത് കിട്ടിയാണെങ്കിലും നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങി. വാട്ട് ഈസ് യുവർ നെയിം? പ്രേം.
സോ വി ആർ ഗോയിങ് വിത്ത് ദ ഗൈഡ് മിസ്റ്റർ പ്രേം. മിസ്റ്റർ പ്രേം എന്നാണ് ഗൈഡിൻ്റെ പേര്. ഇതിൽ കൂടെ നമ്മൾ പോവുകയാണ്. தமிழ் தெரியுமில்ல, ആ நமக்கு பாக்குறீங்க எல்லோ கலர் பால், இதோ பவுண்டரி பால், எல்லை கோடு. நம்ம ஐலாண்டுக்கு வந்து ஒருத்தவங்க வரக்கூடாதுன்னா அப்படி ஐலாண்ட் அப்படியே ரவுண்ட் பண்ணி வந்து கடலில் ரிப்போர்ட் பண்ணி வச்சுப்பாங்க, மிதக்க வச்சுப்பாங்க. அது கடலில் மேலே இருக்கு பார்த்தீங்களா, அந்த டயத்தில் ஃபிஷர் மேலாம் நம்ம எத்தனை பீப்புள் யாரும் பார்த்தாங்கன்னா ஐலாண்டுக்கு வந்து வரமாட்டாங்க. ஸ்ரீலங்கா இந்தியாவுக்கு யூஸ் பண்ணுவாங்க பவுண்டரி, ஸ்ரீலங்கா பவுண்டரி தான். இப்போ நம்ம ஜிபிஎஸ் இதெல்லாம் வந்ததுலேருந்து இது யாரும் பயன்படுத்துறது கிடையாது. ஃபுல்லாக அந்த ஜிபிஎஸ் மட்டும் தான் யூஸ் பண்ணுவாங்க. ஃபுல்லாக பிளாஸ்டிக் தான். உள்ளே இருக்கிற மெட்டீரியல் தெர்மாக்கோல் சொல்லுவாங்க இல்லையா, உள்ள தெர்மாக்கோல் மெட்டீரியல். എന്നാൽ പ്ലാസ്റ്റിക് ഇங்கே അലൗഡ് ഇല്ലയാ എക്കോ ടൂറിസത്തോടെ ഭാഗം? இது மேக் ஒரு பிளாஸ்டிக், நீங்கள் எங்கே போனாலும் பிளாஸ்டிக்காக தான் இருக்கும். உங்களுக்கு பிளாஸ்டிக்கில் பேசலாம் வழி வச்சுருப்பாங்க, அச்சு மாதிரி வச்சுருப்பாங்க. உள்ளே கொஞ்சம் தெர்மாக்கோல் படுத்திருப்பாங்க. இந்த இருக்குங்களா, இது எடுத்து பார்த்தீங்கன்னா உள்ளே தெர்மாக்கோல் இருக்கும் உங்களுக்கு. இந்த பார்க்குறீங்க இல்லையா, லோக்கல் வந்து கீரி செட்டு சொல்லுவாங்க. இதில் வந்து கிடைக்கிற உரங்கள் அதிகமாக வளரக்கூடியது. எதுக்காகனா மண்சொழி ஏற்பட்டாங்கன்னா ஐலாண்ட் வந்து பாதுகாக்கும். அதே சமயம் மருத்துவ வரது பார்த்தோம்னா ஒரு 50% காஞ்சா போதும், எரிச்சுன்னா அது எரிஞ்சிடும். அந்தளவுக்கு அதில் ஆயில் கணக்கு அதிகமாக இருக்குது. மேங்கல் ஃபாரஸ்ட் தெரிவிங்க இருக்கும், தடுப்புலேயே கிடையாது. மேங்கல் ஃபாரஸ்ட் வளரக்கூடிய மரங்களோ செடிகளை கொண்டு வந்து இந்த மரத்துக்கு வச்சிங்கன்னா நல்லா சப்போர்ட் பண்ணி நல்லா வளர்ந்து வரும். மேங்கல் வந்து ரொம்ப சப்போர்ட் பண்ண ஒரு செடிகள். இப்போ இந்த பாட்டில் நேம் பார்த்தோம்னா 25 சிகுல்லான்னு சொல்லுவாங்க. 25 சிகுல்லா. സോ നേരത്തെ കാണിച്ചത് മാൻഗ്രോവ് ചെടികളും പിന്നെ ആ ബൗണ്ടറി ബോൾ താണ്ടി ഫിഷർമാൻ അല്ലാതെ ആർക്കും വരാൻ പറ്റില്ല. കാരണം ഇതൊക്കെ നല്ലൊരു എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഇപ്പോൾ ടേർട്ടിൽസ് അതിനെ പിടിച്ചുകൊണ്ട് പോവുക. സോ ഇതിനകത്ത് അത്യാവശ്യം ഒരു ട്രെക്കിംഗ് വൈബാണ്. കാരണം കാട്ടിൽ കൂടെ കുറേ നടക്കാനുണ്ട്. സോ നമുക്ക് നടന്ന് ബാക്കി വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. വരൂ. ഗോഡസൻ ട്രെക്കിങ് 3-ാം നാളാണ്. പക്ഷേ ഈ സ്ഥലത്ത് വന്നപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടു. ഈ കാട്ടിനകത്ത് കുറച്ചുകൂടി നടക്കുമ്പോൾ ഒരു ചെറിയൊരു വീട് പോലെ ഉണ്ട്. പക്ഷേ അതിനകത്ത് കയറുമ്പോൾ നല്ലൊരു നല്ല തണുപ്പ് ഫീൽ ചെയ്യാം. കാരണം ഇതിൻ്റെ ഭിത്തിയൊക്കെ കെട്ടിരിക്കുന്ന അങ്ങനത്തെ മെറ്റീരിയൽസ് കൊണ്ടാണ്. ഇതിനകത്ത് കയറുമ്പോൾ നമുക്കൊരു സോളജി ലാബിൽ കയറിയ അനുഭൂതിയാണ്. കുറേ ഷെല്ലുകൾ, ബോണുകൾ, പിന്നെ ഫോർമാലിറ്റിയിൽ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പെസിമെൻസ്. സോ ഇതിനെക്കുറിച്ച് കുറച്ച് എക്സ്പ്ലനേഷൻസ് അദ്ദേഹം തന്നു. ഇത് ഏത് സെഞ്ച്വറിയിലുള്ള സംഭവങ്ങളാണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. എല്ലാം ഞാനിതിൽ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ വിസിറ്റ് ചെയ്യാനുള്ളൊരു ഇത് വരൂല. ഇതൊക്കെ ട്രെക്കിംഗ് ചെയ്യുന്നതിനകത്ത് വനത്തിനകത്ത് കാണുന്ന സംഭവം വിപുലമായ കാര്യങ്ങളാണ്. പിന്നെ പണ്ട് കാലത്ത് അവരുടെ ഉറവയായിരുന്നൊരു കിണർ കണ്ടു, അതാണ് നേരത്തെ കാണിച്ചത്. ഇங்கே ഏതാச்சுം സ്നേക്സ് അപ്പടിയെല്ലാം ഇരിക്കുക എന്ന് ഞാൻ ചോദിച്ചു. അതായത് ഈ വനത്തിനകത്ത് സ്നേക്സ് വരാൻ ചാൻസ് ഉണ്ടോ? സോ മിസ്റ്റർ പ്രേം പറഞ്ഞു സ്നേക്സ് വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ അതിനകത്ത് നിന്ന് കുറേ നടന്നിറങ്ങുമ്പോൾ ഈ ഒരു ഗൾഫ് ഓഫ് മന്നാറിൻ്റെ അടിപൊളി നീല വെള്ളമുള്ളൊരു സമുദ്രം കാണാം. നല്ല ഫ്രെയിംസ് ഉണ്ട്. നമുക്ക് സേവ് ദ ഡേറ്റ് പിന്നെ എന്തോന്നാണ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനും പിന്നെ അല്ലാതെ ഫോട്ടോഷൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു പിക്ചർ ഫ്രെയിം ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെ നിന്നാണ് ഞാൻ കുറേ ട്രെൻഡിങ് റീൽസിന് ഇതെടുത്തത്. ട്രെൻഡിങ് റീൽസ് മീൻസ് നമുക്ക് ഇവിടെ ഡാൻസ് ചെയ്യാനും ചാടാനും പറ്റില്ല, വേറെ ഒന്നും കൊണ്ടല്ല. ഇവിടെ നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്യൂല. അത് പുറകെ കയ്യും കാലും പൊക്കി കാണിക്കുന്ന ആളാണ് മിസ്റ്റർ സിംബു. മറ്റേ കാഞ്ചീപുരത്ത് നിന്നാണ്. അദ്ദേഹം വ്ളോഗറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ തൊട്ട് എൻ്റെ ഫ്രെയിമിൽ വരാൻ ബാക്കിൽ ഓടി നടക്കുവാണ്. നിങ്ങൾ ബോട്ടിൽ കയറുമ്പോൾ തൊട്ടുള്ള ക്ലിപ്പിങ്സ് ബിറ്റ്സ് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. എൻ്റെ ഐ ഡി ഒക്കെ ഫോളോ ചെയ്ത് അപ്പം തന്നെ വെച്ചിട്ടുണ്ട്. സോ നല്ലൊരു ഫോളോവറിനെയും കൂടെ കിട്ടി. ഇവിടെ നമുക്ക് ഡാൻസ് റീൽസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. മീൻസ് അലൗഡ് അല്ല എന്നല്ല, ഇവിടെ നെറ്റ്വർക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യില്ല. ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പാട്ട് നമ്മൾ ഇൻസ്റ്റയിൽ എടുക്കുമ്പോൾ അത് ലോഡായി വന്നാലല്ലേ നമുക്കതിന് ചോട് വയ്ക്കാൻ പറ്റൂ. ഇവിടെ നടക്കില്ല. പക്ഷെ നിന്ന് കറങ്ങുന്നതും കുറേ ഫോട്ടോസും ഒക്കെ എടുക്കാം. പിന്നെ നമുക്ക് വോക്കിംഗ് സ്റ്റൈലുകൾ അങ്ങനത്തെ ഒക്കെ വെച്ച് ട്രെൻഡിങ് പാട്ട് വരുമ്പോൾ നമുക്ക് നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം എഡിറ്റ് ചെയ്ത് നമുക്ക് കയറ്റാം. അതേ നടക്കത്തുള്ളൂ. കാരണം ഇതിനകത്തൊന്നും നെറ്റ്വർക്ക് വരില്ല. കാരണം അത്ര ഇതൊക്കെ താണ്ടി നമ്മൾ ഇങ്ങ് വരല്ലേ വന്നിരിക്കുന്നത്, ഒരു ഐലൻഡിലല്ലേ. സോ റേഞ്ചിൻ്റെ കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഒരുപാട് നമ്മൾ ഫേസ് ചെയ്യും. സോ അതെനിക്കൊരു സങ്കടമായിട്ട് തോന്നുന്നു. അല്ലെങ്കിൽ ഇവിടെ കുറേ ട്രെൻഡിങ് ഡാൻസ് റീൽസൊക്കെ തകർക്കായിരുന്നു. എന്നാലും പോട്ടെ, സ്ഥലം കാണുക, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞാനൊരു സോളോ വ്യക്തി ആയതുകൊണ്ട് എൻ്റെ ഒരു വോക്കിംഗ് വീഡിയോ ഒക്കെ മിസ്റ്റർ പ്രേം തന്നെ എടുത്തു തരാമെന്ന് എടുത്തു തന്നു. പിന്നെ കുറച്ച് ഫോട്ടോസും എൻ്റെ ഐഫോണിൽ തന്നെ. സോ ദാറ്റ്സ് വെരി സ്വീറ്റ് ഓഫ് മിസ്റ്റർ പ്രേം. കാരണം നമ്മുടെ സന്തോഷം എന്തെന്ന് മനസ്സിലാക്കി ചെയ്തൊരു വ്യക്തിയാണ്. ഞാൻ എത്രയോ യാത്രകൾ പോയിരിക്കുന്നു. എല്ലാവരും നമ്മളങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. സോ താങ്ക് യു മിസ്റ്റർ പ്രേം ഫോർ യുവർ സപ്പോർട്ട് throughout while guiding and helping me in taking my beautiful pics and moments from this Cruzde Island. മിസ്റ്റർ പ്രേം എനിക്ക് ഇതിനകത്ത് ഈ ഹട്ടിനകത്ത് നിൽക്കുന്നതും വേറൊരു ഓല ഹട്ടും ഉണ്ട്. നല്ല ഫോട്ടോസ് ഫ്രെയിംസാണ് ഇതൊക്കെ എനിക്ക് എടുത്ത് തന്നു. സോ അത് മറ്റെല്ലാവരും മനസ്സിലാക്കി ചെയ്യുന്നൊരു കാര്യമല്ല. ഇപ്പോൾ ഒറ്റയ്ക്ക് നമ്മൾ പോകുമ്പോൾ ചില ആൾക്കാർ, ഞാൻ അഗ്നിതീർത്ഥത്തിൽ പോയപ്പോൾ 4-5 പേരായിട്ട് ആൾക്കാർ പോകുന്ന കണ്ടു. പക്ഷേ അവിടെ ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഒരു ഫാമിലി ആയിട്ട് 5 പേര് കടലിൽ ഇറങ്ങുമ്പോൾ അവർക്ക് എങ്ങനെ സ്റ്റാൻഡ് വെച്ചെടുക്കാൻ പറ്റില്ലല്ലോ.
പിന്നെ അവിടെയൊക്കെ ഞാൻ എടുത്ത് കുറച്ചവർക്ക് സഹായിച്ചു കൊടുത്തു. സോ അതൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. നമ്മൾ ഒരിക്കലും യാത്രകൾ ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ വിളിച്ചിട്ട് വന്നില്ല എന്ന് പറഞ്ഞ് പോകാതിരിക്കരുത്. അവിടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മളെ സഹായിക്കാൻ കാണും, ഒരു ദൈവതുല്യനെ പോലെ. ഞാൻ അങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ട്രൈ ചെയ്യുക, ഒരാളെയും കൂടെ കൂട്ടാൻ പറ്റുമോ എന്ന്. അയാൾ വരാൻ പറ്റത്തില്ല എന്ന് ഡിമാൻഡ് ഇടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പോവുക. നമുക്ക് ഫണ്ട് വേണം, ആരോഗ്യം വേണം, പിന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം വേണം സേഫായിട്ട് എത്താൻ. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബ്ലോഗറായി മാറാം. ഈ വാക്കിംഗ് വീഡിയോയും ഈ ഹട്ടിനകത്ത് ഇതിൻ്റെ മുന്നേ നിന്ന് ആ ഓട് മേഞ്ഞെടുത്താണ് നേരത്തെ നിന്ന് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ഇതിലൊക്കെ ഇത് അദ്ദേഹം എനിക്ക് എടുത്തു തന്നതാണ്. സോ ഇങ്ങനെയുള്ള ഗൈഡുകൾ ഇനിയും വരട്ടെ. നമ്മൾ സോളോ ട്രാവലേഴ്സിന് എന്ത് ചെയ്യാൻ, ഹെൽപ്പ് ചെയ്യാൻ. നല്ല അടിപൊളി ഒരു ഫ്രെയിമാണ്. അത് ഞാനത് റീൽസിലൊക്കെ ആക്കിയിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റ IDs ഒക്കെ ഫോളോ ചെയ്യുക. സോ നല്ല ഭംഗിയാണ്. പിന്നെ ബീച്ചിലോട്ടുള്ള വ്യൂ ഒക്കെ പറഞ്ഞ് സഹിക്കുന്നുണ്ട്. എനിക്ക് എന്നെ സംബന്ധിച്ചൊരു ഏതൊരു ദേവലോകത്തെത്തിയ ഒരു ഫീലിംഗ് ആയിരുന്നു. സോ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ കുരിശടി ഐലൻഡിലൊക്കെ പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഇനി പോയില്ലെങ്കിൽ എൻ്റെ ഇതുപോലുള്ള ചാനൽസ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് വെച്ചേക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്കും ഒരു എൻ്റെ ഒപ്പം സഞ്ചരിച്ചൊരു ഫീലിലേ വരുന്നേ. സോ അതങ്ങനെയാണ്. നമുക്ക് എല്ലാവർക്കും എല്ലായിടത്തും പോകാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ പോകുന്നവരുടെ ചാനൽസ് ഫോളോ ചെയ്താൽ നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ കാണാമല്ലോ. ചാനലിൽ കൂടെ പരിമിതമായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അത്രയാണ് ഞാൻ എൻ്റെ ചാനലിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും തിരിച്ചു പോക്കാണ്. തിരിച്ചു പോകുമ്പോൾ എല്ലാവരുടെ കണ്ടവർ തിരിച്ച് പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ എല്ലാവർക്കും ഗൈഡ് ഇല്ലാതെ പേടിയാണ് ഉച്ചയ്ക്ക്. കാരണം ഇത്തവണ ഗൈഡ് ബാക്കിലാണ് വരുന്നത്. ഞാൻ പിന്നെ അങ്ങോട്ട് എടുത്ത് വെച്ചങ്ങ് നടന്നു. കാരണം ഈ കാട്ടിലൊക്കെ ഇതുണ്ട്, ഈ പാമ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, സൂക്ഷിക്കണം. കാരണം നേരത്തെ ആ ഗൈഡിൻ്റെ അടുത്ത് ഞാൻ തമിഴ് ചോദിച്ചപ്പോൾ ആ ഗൈഡ് പറഞ്ഞു, ഒരാൾ ഇങ്ങനെ ചോദിച്ചിട്ട് വേറൊരാൾ നമുക്ക് മുന്നേ ട്രിപ്പ് വന്നേ, അപ്പം തന്നെ 10 മിനിറ്റുള്ളിൽ സ്പോട്ടിൽ പാമ്പിനെ കണ്ടാൽ തിരിച്ച് ഓടി. ബട്ട് ബേസിക്കലി നമുക്ക് എല്ലാവർക്കും പാമ്പിനെ പേടിയാണ്. പക്ഷേ ഈ ചവിട്ടിയെ കഴിക്കാത്ത പാമ്പില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ അതിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ, നമ്മളെ തിരിച്ച് ചെയ്യത്തുള്ളൂ, അറിയാതെ ചവിട്ടുകയോ എന്തെങ്കിലും. അല്ലാതെ നമ്മളതിനെ കണ്ട് നമ്മുടെ ഭയം ഉള്ളതുകൊണ്ട് നമ്മൾ പേടിച്ച് ഓടുന്നതാണ്. ബേസിക്കലി ആ ഓടുമ്പോഴൊക്കെയാണ് നമ്മൾ അടിച്ച് വീഴുന്നത്. അല്ലാതെ ആ പാമ്പ് നമ്മളെ എന്ത് ചെയ്യത്തില്ല, ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മളെ ഒന്നും ആക്രമിക്കില്ല. അതതിൻ്റെ ഒരു ബയോളജിക്കൽ പോയിൻ്റാണ്. ഇനി ഇവിടെ നിന്ന് ട്രെക്കിങ്ങിൽ തിരിച്ച് വന്നപ്പോൾ നമുക്ക് മേളിലോട്ടൊരു നേച്ചർ വ്യൂ പോയിൻ്റ് ഉണ്ട്. അത് ഇവിടെ നിന്ന് പോകുമ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അവിടെ പോയി ഒന്ന് കയറി നോക്കി. നമുക്ക് ഫുള്ളായിട്ട് കാണാം, ഫുൾ വ്യൂ ആ കടലിൻ്റെ ഒരു അടിപൊളി വ്യൂ ആണ്. പിന്നെ ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്ന സമയം ഒരു ഡോൾഫിൻ എടുത്ത് ചാടുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ കണ്ടില്ല, ഗൈഡാണ് ശ്രദ്ധിച്ചത്. കുറച്ച് നേരം നിന്ന് ആ കടലിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡോൾഫിൻസ് ചാടുന്നതെന്നുള്ളതൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. എനിക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല ഭാഗ്യവശാൽ. പിന്നെ നമ്മളെ ആ കുരിശടി ഐലൻഡ്, ആ ദ്വീപ് നേരത്തെ പോയിട്ട് നമ്മൾ വന്നില്ല കാട്ടിക്കൂടെ. ആ ദ്വീപിൽ ഒരുപാട് നേരമൊന്നും നിർത്തൂല. മാക്സിമം ഒരു കുറച്ച് ടൈം നിർത്തിയിട്ട് നമുക്ക് തിരിച്ച് പോകാനുള്ളതല്ലേ. സോ അതുകൊണ്ടൊരു 1 അവറൊക്കെ മാക്സിമം ഹോൾട്ട് ചെയ്യും. പിന്നെ നമ്മളടുത്ത് തിരിച്ച് പാക്കപ്പ് ചെയ്യാൻ പറയും, നമ്മളടുത്ത് പോകാൻ പറയും. സോ അതാണ് സംഭവം. ഞാൻ എന്തായാലും ഈ ഡേ 3യുടെ വ്ളോഗ് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. കാരണം ഇതൊരു അഡ്വഞ്ചർ സ്പോട്ട് പോലൊരു സ്ഥലമാണ്. അത്യാവശ്യം ബോട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചില്ലാവാൻ എന്ത് വേണം, തണുത്ത കാറ്റും കാര്യങ്ങളും. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് ധനുഷ്കോടിയിലേത്. സോ നമ്മളിനി തിരിച്ച് നമ്മുടെ ഷടകം, അതായത് നമ്മുടെ ബോട്ടിലേക്ക് തന്നെ നമ്മൾ പോവുകയാണ്, നമ്മൾ വന്ന ബോട്ടിലേക്ക്. സോ ബൈ കുരിശടി ഐലൻഡ്. സോ നമ്മൾ പോവുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് കാണാം. അവിടെയും ഞാൻ തന്നെയാണ് ഫസ്റ്റ് തിരിച്ച് കയറുന്നത്. സോ ഗോളസ് അത്ര അഡ്വഞ്ചർ മൈൻഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഒരു ആർട്ടിസ്റ്റും കലാഹൃദയമുള്ളൊരു നല്ല മനസ്സിനുടമയാണ്. പക്ഷേ അത്യാവശ്യം അഡ്വഞ്ചേഴ്സ് ട്രൈ ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ 2026 ചെയ്തതാണ് ഈ ഒരു ബോട്ടും കാര്യങ്ങളും. ഇതിനു മുമ്പും ബോട്ടിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. സോ ടാറ്റാ, ഞാൻ പോവുകയാണ്. തിരിച്ച് നമ്മൾ വന്നിടത്ത് തന്നെ പോവാം. നമ്മുടെ ഓട്ടോ ചേട്ടൻ മിസ്റ്റർ ബാബു അവിടെ വെയിറ്റിംഗ് ആണ്. സോ അങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഈ ഓട്ടോ ഡ്രൈവൊക്കെ പിടിക്കുന്നെങ്കിലും അവരും കുറേ ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട്. ലൈക്ക് അവർ നമുക്ക് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു. ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് തന്നെ അറിയാം ഒരാളെ വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു സംഭവമാണല്ലേ, കാത്ത് കെട്ടി പോസ്റ്റേ നിൽക്കുക എന്നുള്ളത്. പക്ഷേ ഇവരെയൊക്കെ എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്, നേരത്തെ ചന്ദ്രു ചേട്ടനും ഇപ്പോഴത്തെ ബാബു ചേട്ടനും. കാരണം ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്. ആ ഐലൻഡും രാമേശ്വരം മൊത്തം ഇവരെന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബുദ്ധിമുട്ടില്ലാതെ കറക്കാൻ സഹായിച്ചിട്ടുണ്ട്. സോ അതൊരു വലിയ സംഭവമാണ്. ഇത് നിങ്ങൾക്കൊരു പ്രചോദനമാകണം. നിങ്ങൾ ആരെങ്കിലും താങ്ങി നമ്മുടെ മറ്റേ ഫോളോവറും നമ്മുടെ ഫ്രെയിമിൽ വരാൻ നിൽക്കുന്ന ചേട്ടനും ബാക്കിലിരിക്കുന്ന മിസ്റ്റർ സിംബു ചേട്ടൻ, നിങ്ങൾക്കൊരു പാഠമാണ്. നിങ്ങൾ പലരെയും ഹെൽപ്പിന് വിളിക്കും, പക്ഷേ അവരെന്ത് ചെയ്യത്തില്ല, അത് അവിടെ കൈയും കാലം കാണിക്കുന്നത്. നിങ്ങൾ പലരെയും ഹെൽപ്പിന് വിളിക്കും, പക്ഷേ ചിലപ്പോൾ അവർ വരത്തില്ല. മനസ്സിലായോ? അത് ഫണ്ട് ഇഷ്യൂ മാത്രമല്ല, അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതും കൊണ്ടും കാണും. പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ താങ്ങരുത്. നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഒരിടത്ത് പോകാൻ യോഗം ഉണ്ടെങ്കിൽ നമ്മളവിടെ പോയിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് ഗ്ലാം ഗോഡസ് സിന്ധു. ഈ വ്ളോഗ് കാണുമ്പോൾ പലർക്കും കുറ്റബോധം വരും, ഞാൻ വിളിച്ചിട്ട് പോയില്ലല്ലോ എന്നുള്ളത്. ബട്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. ബൈ.